ഹിസ്റ്ററി മ്യൂസിയം. ഇവിടെ സ്നാക്സ് ലഭിക്കുമോ അതോ കല്ല് മാത്രമാണോ കിട്ടുന്നത്? മ്യൂസിയത്തിൽ മെനു വേണമെന്നുണ്ടോ? ആ, ഏൻഷ്യന്റ് സമോസ സെക്ഷൻ എവിടെയാണുള്ളത്? ഓഹോ, അതായത് ഹാക്കർ ഭയ്യയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സ്റ്റാർട്ട് ആയിരിക്കുന്നു. മിണ്ടാതിരിക്കെ, ഞാൻ വെറുതെ പോസ്റ്റർ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുകയായിരുന്നു. ഹായ് ആദി, ഹായ് ആലിയ, ഹായ് ലിയാന. നീ ഹിസ്റ്ററി പോലെ തോന്നുന്നു, അതായത് ഹിസ്റ്റോറിക്കലായി തോന്നുന്നു. ഐ മീൻ ഗുഡ് മോർണിംഗ്. നിർത്ത്, ഇത് കേട്ടാൽ ആ പില്ലാർ പോലും നാണിച്ചു പോകും. വെൽക്കം ടു ദി അശോക പില്ലാർ ഇൻസ്ക്രിപ്ഷൻ എക്സിബിഷൻ. അശോകാസ് ഇൻസ്ക്രിപ്ഷൻ ഏൻഷ്യന്റ് പബ്ലിക് മെസ്സേജസ് ആയിരുന്നു. ഏൻഷ്യന്റ് വാട്സ്ആപ്പ് സ്റ്റേറ്റസ്, സ്റ്റോൺ പാഷൻ. ഇൻസ്ക്രിപ്ഷൻ മോഷണം പോയിരിക്കുന്നു. കള്ളനും ഹിസ്റ്ററി ഇഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നു. ഐ വിൽ ചെക്ക് CCTV. അതെ, ഹാക്കർ ഭയ്യ, ഇനി ജോലിയും കൂടി ചെയ്യ. ലിയാനയുടെ മുന്നിൽ മാത്രം ലോഡിംഗ് കാണിക്കരുത്. ഞാൻ ഓൾവേസ് ജോലി ചെയ്യാറുണ്ടല്ലോ. അതെ, മിററിന്റെ മുന്നിൽ. ഓ ഹലോ, മിററിലല്ല, ഇപ്പോൾ മോണിറ്ററിൽ എന്റെ കളി കാണാം. വരൂ ലോജിക്കൽ ആർമി, ആലിയക്ക് നമ്മുടെ ടെക് പവർ കാണിച്ചു കൊടുക്കാം. കൂടാതെ ഈ ഹിസ്റ്ററി കള്ളനെ പിടിക്കുകയും ചെയ്യാം. അതിനു മുൻപ് കള്ളനെ ട്രാക്ക് ചെയ്യണമെങ്കിൽ വേഗത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ലെറ്റ്സ് ഹാക്ക് ദിസ് കേസ്. Someone corrupted the footage and someone copied the inscription badly. ലോജിക്കൽ ആർമി, സ്ലാബ് ഫേക്ക് ആണെന്ന് ലിയാന എങ്ങനെയാണ് കണ്ടെത്തിയത്? ഈ ലെറ്റേഴ്സ് റോങ് ഡയറക്ഷനിലാണുള്ളത്. റിയൽ ഇൻസ്ക്രിപ്ഷനിൽ റൈറ്റിംഗ് സ്റ്റൈൽ കൺസിസ്റ്റന്റ് ആയിരിക്കും. അതായത് കള്ളൻ ഹോംവർക്ക് കോപ്പി ചെയ്തു, അതും തല തിരിച്ച്. എക്സാക്ട്ലി. അശോക ചക്രവർത്തി തന്റെ മെസ്സേജസ് പില്ലാർസിലും റോക്സിലും കാർവ് ചെയ്തിരുന്നു. റൂൾസ്, കൈൻഡ്നസ്, ജസ്റ്റിസ്, ധർമ്മ എന്നിവയെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണത്. ഏൻഷ്യന്റ് പബ്ലിക് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം. നൈസ് വർക്ക് ആദി. സിസ്റ്റം ഹാങ്. റീസൺ ലിയാന ഡിറ്റക്റ്റഡ്. ഏയ്, ഞാൻ ഹാങ് ആയിട്ടില്ല, ഞാൻ പ്രോസസ് ചെയ്യുകയാണ്. കലിംഗ അശോക ചക്രവർത്തിയുടെ സ്റ്റോറിയുടെ ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇവിടം ഫുൾ ഹിസ്റ്ററി മൂവി സെറ്റ് പോലെ തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം കള്ളൻ ഈ പ്ലേസ് യൂസ് ചെയ്തത്. കലിംഗ ക്ലൂ ഇമ്പോർട്ടന്റ് ആണല്ലേ? വെരി ഇമ്പോർട്ടന്റ്. മൗര്യ എംപററിലെ ഏറ്റവും പവർഫുൾ ആയ എംപററുകളിൽ ഒന്നായിരുന്നു അശോക. അദ്ദേഹത്തിന്റെ എംപറർ ഇന്ത്യയുടെ വലിയൊരു ഭാഗത്തേക്ക് വ്യാപിച്ചു കിടന്നിരുന്നു. അതായത് ഫുൾ പവർ കിങ് മോഡ്. യെസ്, എന്നാൽ അദ്ദേഹത്തിന്റെ സ്റ്റോറി വെറും പവറിന്റേത് മാത്രമല്ല. കലിംഗ വാർ അദ്ദേഹത്തിന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. വാർ വളരെ ഭയാനകമായിരുന്നു. ഒരുപാട് ആളുകൾ മരിച്ചു, ഒരുപാട് പേർ ഹേർട്ടായി. അദ്ദേഹത്തിന് അപ്പോൾ വിഷമം തോന്നിയോ? ഒരുപാട്. അവിടെ നിന്നാണ് അശോക ചക്രവർത്തി ചേഞ്ച് ആയത്. അതെ, നീ ഹിസ്റ്ററി കേൾക്കുകയാണോ അതോ ലിയാനയുടെ ഡോക്യുമെന്ററി കാണുകയാണോ? രണ്ടും. അതായത് ഞാൻ ക്ലൂ ശ്രദ്ധിക്കുകയാണ്. വാറിന് ശേഷം റിഗ്രറ്റ്, പിന്നെ ധർമ്മ, പിന്നെ പീസ്. ധർമ്മ എന്ന് വെച്ചാൽ സിമ്പിൾ വേർഡ്സിൽ കൈൻഡ്നസ്, ഫെയർനെസ്, റെസ്പെക്ട്, പീസ്, ഒപ്പം ആളുകളോടുള്ള നല്ല പെരുമാറ്റം. അശോക തന്റെ മെസ്സേജസ് റോക്സിലും പില്ലാർസിലും എഴുതി വെച്ചു. ഇവയെ ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ എഡിക്സ് എന്ന് വിളിക്കുന്നു. ഏൻഷ്യന്റ് പബ്ലിക് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം. യെസ്, പക്ഷെ പെർമനന്റ് വേർഷൻ. മെസ്സേജസ് എല്ലാവരിലും എത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഐഡിയ. ലീഡേഴ്സ്, ട്രാവലേഴ്സ്, കോമൺ പീപ്പിൾ ആൻഡ് എവരിവൺ. അപ്പോൾ അതുകൊണ്ടാണല്ലേ ഈ പില്ലാർ ഇമ്പോർട്ടന്റ് ആകുന്നത്. ഇത് വെറും ഒരു കല്ലല്ല, മെസ്സേജ് കാരിയർ ആണ്. എക്സാക്ട്ലി. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന മോഷണം വെറുമൊരു മ്യൂസിയം ഐറ്റം അല്ല, ഹിസ്റ്ററിയുടെ മെസ്സേജ് ആണ്. ആൻഡ് തീഫ് ന്യൂ ദി കലിംഗ കണക്ഷൻ. ഹിസ്റ്ററി ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു, ഇനി മിസ്റ്ററി ക്ലാസ്. എനിക്ക് ആ ട്യൂബുകൾ സസ്പീഷ്യസ് ആയി തോന്നുന്നു. ലോജിക്കൽ ആർമി, സ്റ്റോളൻ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ ഏത് ട്യൂബിലായിരിക്കും ക്യാരി ചെയ്തത്? സ്റ്റോളൻ സ്ലാബ് ആണ്. സ്റ്റോൺ ഡസ്റ്റും അത് തന്നെയാണോ? കറക്റ്റ്. ഗുഡ് വൺ ആലിയ. കണ്ടു, ഞാൻ വെറും ഒരു സ്നാക്സ് എക്സ്പേർട്ട് മാത്രമല്ലെന്ന് തെളിഞ്ഞു. ചിലപ്പോഴൊക്കെ ആക്സിഡന്റൽ ഡിറ്റക്റ്റീവ് കൂടിയാണ്. താങ്ക് യു ചീഫ് വൈഫൈ ഹാക്കർ. എല്ലാവരും രാഘവ് പ്രോപ്പ് മാനേജരെ ചോദ്യം ചെയ്യുവാനായി പോകുന്നു. എന്താ, നീ മ്യൂസിയത്തിൽ പോയിരുന്നോ? ഞാൻ മ്യൂസിയത്തിൽ പോയിട്ടേ ഇല്ല. കള്ളം. നിന്റെ ഫോൺ മ്യൂസിയം വൈഫൈയുമായി കണക്ട് ആയിരുന്നു. രാഘവ്, നീ ഫേക്ക് ഇൻസ്ക്രിപ്ഷൻ ഉണ്ടാക്കി, എന്നാൽ സിംബൽസ് തെറ്റായി കോപ്പി ചെയ്തു. ഞാൻ മോഷണം നടത്തിയിട്ടില്ല. എന്നോട് ഒരാൾ ഫേക്ക് സ്ലാബ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. ഇനിയും ഒരുപാട് ലെവലുകൾ ബാക്കിയുണ്ടല്ലോ. ഹീസ് റണ്ണിംഗ്. ഇത് ഡ്രോയിങ് ഹോംവർക്ക് പോലെ തോന്നുന്നു.
നോ, ഇത് ക്ലൂ ആണ്. ലോജിക്കൽ ആർമി, ഈ സിമ്പിൾസിൽ അശോകയുമായി ഏറ്റവും ഫേമസ് കണക്ഷൻ ഏതാണ്? വീൽ, അശോക ചക്ര. അശോകയുടെ ലെഗസിയുമായി കണക്റ്റഡ് സിമ്പിൾസ് ആണ്. ഇറ്റ് റെപ്രസെന്റ്സ് ധർമ്മ, ലോ ആൻഡ് മോഷൻ. വീൽ ക്ലൂ ലൊക്കേഷൻ ടയർ ഷോപ്പ്. നിന്റെ ബ്രെയിൻ ബഫറിംഗ് ആവുകയാണ്. ധർമ്മചക്ര ഹോൾ, മ്യൂസിയത്തിന്റെ സ്റ്റോറേജ് ബിൽഡിംഗ്. ഓക്കെ, ഹിസ്റ്ററി വാൾ. ടയർ ഷോപ്പ് ക്യാൻസൽ. ഡിജിറ്റൽ ലോക്ക് ഡിസേബിൾഡ് ആണ്. ഹാക്കർ ഭയ്യ, ഇനി നിന്റെ അന്തസ്സിന്റെ പ്രശ്നമാണ്. അന്തസ് നീ ദിവസവും വീട്ടിൽ വെച്ച് ഡിസ്ട്രോയ് ചെയ്യാറുണ്ടല്ലോ. വെയിറ്റ്, വിൻഡോയ്ക്കടുത്ത ഫ്രഷ് ഫുട് പ്രിന്റ്സ് ഉണ്ട്. കള്ളൻ സ്മാർട്ട് ആയിരിക്കാം, പക്ഷേ ഷൂസ് എപ്പോഴും ഗോസിപ്പ് ചെയ്യാറുണ്ട്. ഈ റെപ്ലിക്ക ഞാനൊരു പ്രൈവറ്റ് കളക്ടർക്ക് സെൽ ചെയ്യും. മ്യൂസിയത്തിൽ ഫേക്ക് സ്ലാബ് അവശേഷിക്കും. ഹിസ്റ്ററി സെൽ ചെയ്യുവാനുള്ള വസ്തുവല്ല. ഇറ്റ് ബിലോങ്സ് ടു എവരിവൺ. പോലീസിന് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അതുവരെ നിങ്ങൾ ഇവിടെ പൂട്ടിയിടപ്പെടും. യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ആദി. ആദി, ക്രഷ് പിന്നീട്, ഷട്ടർ ആദ്യം. ഓക്കെ ഓക്കെ. ലോജിക്കൽ ആർമി, അശോകയുടെ ലൈഫിലെ കറക്റ്റ് മെസ്സേജ് ഓർഡർ എന്തായിരിക്കും? വാറിന് ശേഷം റിഗ്രറ്റ്, പിന്നെ ധർമ്മ, പിന്നെ പീസ്. എൻട്രിങ് കോഡ്. ഹിസ്റ്ററി ഹാക്കിങ്ങിനെ രക്ഷിച്ചു. You save the Ashoka exhibition. അശോകയുടെ പില്ലേഴ്സ് വെറും സ്റ്റോൺസ് മാത്രമായിരുന്നില്ല, അതിൽ മെസ്സേജസ് കാർവ് ചെയ്തിരുന്നു. കൈൻഡ്നസ്, ജസ്റ്റിസ്, റെസ്പെക്ട്, പിന്നെ പീസിനും വേണ്ടി. നൈസ് വർക്ക് ആദി. നിർത്തൂ. നിന്റെ ലോഡിംഗ് കണ്ടാൽ അശോകയുടെ പില്ലർ വരെ റൊട്ടേറ്റ് ചെയ്തു പോകും.